ഇംഗ്ലണ്ടിന്റെ ഹെൻറി എട്ടാമൻ 4ാമത് കല്യാണം കഴിച്ച ആൻ ഓഫ് ക്ലീവ്സിനെ കാണാൻ കൊള്ളില്ല എന്ന ഒറ്റ പേരിലാണ് 6 മാസം കൊണ്ട് അങ്ങേര് ഡൈവേഴ്സ് ചെയ്തത്. സൗന്ദര്യം ഇത്ര പ്രാധാന്യമുള്ള കാര്യമാണോ? ഇതില്ലാത്തവർക്കും ജീവിക്കണമല്ലോ. അപ്പൊ ഈ സൗന്ദര്യം എന്നാൽ ആക്ച്വലി എന്താണ്? ഇന്ദ്രിയ സുഖം നൽകുന്ന എന്തിനേയും സുന്ദരമെന്ന് നമുക്ക് ടെക്നിക്കലി വിളിക്കാം. അത് നയനങ്ങൾക്കാകണമെന്ന് നിർബന്ധമില്ല എങ്കിൽ കൂടി പൊതുവായി കാണാൻ ഭംഗിയുള്ളതിനെയാണ് നാം സുന്ദരമെന്ന് വിളിക്കുക. അത് ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മാറി മാറി വരും. എന്നാൽ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നാലാണ് ഭംഗി എന്നായാലോ? വലിയ കണ്ണ്, നീണ്ട മൂക്ക് എന്നൊക്കെ പറയുന്നത് പോലെ. ചരിത്രത്തിൽ ഇതിനേക്കാളും രസകരമായ പല മാനദണ്ഡങ്ങളായിരുന്നു ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ പ്രാചീന മനുഷ്യരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നമുക്കിന്ന് വിചിത്രമായി തോന്നിയേക്കാം. കറുത്ത പല്ല്, അസാമാന്യമായി നീളമുള്ള കഴുത്ത്, വെളുത്ത് വിളറിയ മുഖം, ഇതൊക്കെയാണ് സൗന്ദര്യം. മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ പോലും കാലത്തിനും സ്ഥലത്തിനും ഒക്കെ അനുസരിച്ച് ഈ ലിസ്റ്റ് മാറി മാറി വന്നിട്ടുണ്ട്. ഈ സങ്കല്പങ്ങൾ പൂർത്തീകരിക്കാൻ ചെയ്തു കൂട്ടിയ ലീലാവിലാസങ്ങളാണ് ഇതിലും വിചിത്രം. അതിൽ ചിലത് നമുക്ക് നോക്കാം. ഈ മ്യാൻമാർ, തായ്ലൻഡ് ഭാഗങ്ങളിലെ പല ഗോത്രങ്ങളിലും നീണ്ട കഴുത്ത് സ്വന്തമാക്കാൻ കുഞ്ഞിലേ തൊട്ടി മെറ്റൽ വളയങ്ങൾ പതുക്കെ കുട്ടികളുടെ പല വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇട്ടുകൊടുക്കും. അങ്ങനെ പതുക്കെ ഇത് നീട്ടിക്കൊണ്ടുവരും. സൗന്ദര്യവും സുരക്ഷയും പിന്നെ വൈരഗോത്രക്കാർക്ക് സുന്ദരമായി തോന്നാതിരിക്കാനുമാണ് ഇതൊക്കെ ചെയ്തതും എന്ന് പറയപ്പെടുന്നു. ഇതുപോലെ തന്നെ ചുണ്ടില് ഓരോ വളർച്ചയുടെ ഓരോ കാലത്തായിട്ട് പതുക്കെ ചെറിയ വളയങ്ങൾ ഇട്ടുകൊടുത്ത് വലിപ്പം കൂട്ടുന്ന രീതി എത്യോപ്യയിലെ പല ഗോത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് വേറെ പല ഗോത്രങ്ങളിലും ചെവിയിലാണ് ഇട്ടിരുന്നത്. അങ്ങനെ ചെവി വലുതാക്കിക്കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ തോടയിട്ട് ചെവി വലുതാക്കുന്ന രീതിയും ഉണ്ടായിരുന്നല്ലോ. പ്രാചീന ചൈനക്കാരാണെങ്കിലോ പെൺകുഞ്ഞുങ്ങളുടെ പാദം ഒടിച്ച് മടക്കിയെടുത്താണ് കുഞ്ഞു പാദം എന്ന സൗന്ദര്യ സങ്കല്പം സാക്ഷാത്കരിച്ചത്. വളരെ ചെറുപ്പത്തിലെ എല്ല് ഒടിച്ചു മടക്കി കെട്ടിവെക്കും. അങ്ങനെ മര്യാദയ്ക്കൊന്നും നടക്കാൻ പോലും പറ്റാതെ പത്മപാദം എന്ന സുന്ദരമായ പാദങ്ങൾ കിട്ടാൻ പെൺകുഞ്ഞുങ്ങളെ അവർ നിർബന്ധിച്ചിരുന്നു. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലും ഈ രീതി നിലനിന്നിരുന്നു. ഇനി യൂറോപ്പിലേക്ക് പോയാലോ? മധ്യകാല യൂറോപ്പിൽ വെളയിരിക്കുന്നതായിരുന്നു ഭംഗി. അതായിരുന്നു അവരുടെ ധാരണ. അതിന് ഈ എലിസബത്ത് രാജ്ഞി പോലെ ഉള്ളവർ ഉൾപ്പെടെ ലഡു പോലുള്ള പല വിഷം തേച്ചാണ് മുഖത്ത് പിടിപ്പിച്ചിരുന്നത്. വസൂരിപ്പാടുകൾ മറയ്ക്കാൻ ലേശം കൂടുതൽ ഇട്ടിരുന്നു ഈ പുള്ളിക്കാരി, അതായത് ഈ എലിസബത്ത് രാജ്ഞി. വാമ്പയർ സ്കിൻ ലുക്ക് എന്നാണ് ഇതിന്റെ പേര്. അന്നത്തെ ഈ പടങ്ങളിലും ചിത്രങ്ങളിലുമൊക്കെ വെളുത്ത് വൃങ്ങരിച്ചിരിക്കുന്ന തരുണീമണികളുടെ മേക്കപ്പ് ബോക്സിലെ മെയിൻ ഐറ്റം വെനീഷ്യൻ സിറൂസ് എന്നറിയപ്പെടുന്ന ലഡും വിനീഗറും അടങ്ങിയ സാധനങ്ങളായിരുന്നു. ജപ്പാൻകാരും ഇത് ഉപയോഗിച്ചിരുന്നു. അവർക്കും ഈ വൃങ്ങരിച്ചിരിക്കുന്ന മുഖമായിരുന്നു സൗന്ദര്യം. ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ശാസ്ത്രലോകം വളരെ പിന്നീടാണ് കണ്ടെത്തിയത്. സ്കിൻ ഡാമേജ് മാത്രമല്ല, പല പ്രശ്നങ്ങളും ഇതുണ്ടാക്കിയിരുന്നു. തലവേദന, ഓർമ്മക്കുറവ്, മസിൽ പാരാലിസ് തുടങ്ങി കാലാന്തരെ കിഡ്നി പോലുള്ള മറ്റ് അവയവങ്ങൾക്ക് വരെ ഡാമേജ് സംഭവിച്ചേക്കാം ഇതിൽ നിന്ന്. സൗന്ദര്യത്തിന് വേണ്ടി നിത്യേന യൂറോപ്യൻ സ്ത്രീകൾ വേദന കടിച്ചു പിടിച്ചാണ് നടന്നിരുന്നത്. നേർത്ത ഇടുപ്പ് പൊതുവായി ഭംഗിയായി കണ്ടതിനാൽ തടിയോ അല്ലെങ്കിൽ ഈ തിമിംഗലത്തിന്റെ എല്ലോ ഒക്കെ കൊണ്ടുണ്ടാക്കിയ കോട്ട് സെറ്റാണ് ഇവർ ഈ പടുവണ്ടാര ഉടുപ്പിന്റെ അടിയിലിട്ടിരുന്നത്. മര്യാദയ്ക്കൊന്ന് നടക്കാനോ ഇരിക്കാനോ പോയിട്ട് ശ്വാസം പോലും നീട്ടി വലിക്കാൻ പറ്റാതെയാണ് ഇവർ കഷ്ടപ്പെട്ടിരുന്നത്. ഇനി പല്ലിൽ കറുത്ത ചായമടിച്ച് ചിരിക്കുന്ന മുഖമൊന്നോർത്തു നോക്കൂ. ജപ്പാൻ, വിയറ്റ്നാം പോലുള്ള പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ഇതായിരുന്നു ഫാഷൻ പണ്ട്. ഈ 10 തൊട്ട് 19ാം നൂറ്റാണ്ട് വരെ ഇത് തുടർന്നു. നല്ല വിളറിയ വെളുത്ത മേക്കപ്പിന്റെ ഇടയിൽ എടുത്തറിയുന്ന കറുത്ത പല്ലുകളായിരുന്നു അവരുടെ സൗന്ദര്യ സങ്കല്പം. കൂർത്ത തലയോട്ടി പ്രാചീന മായൻ സംസ്കാരത്തിൽ സൗന്ദര്യത്തിന്റെയും സ്റ്റാറ്റസിന്റെയും പ്രതീകമായിരുന്നു. തലയോട്ടി കൂർപ്പിക്കാനായി ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല ചെയ്തിരുന്നത്. കുഞ്ഞിലേ മുതൽ വലിച്ചു മുറുക്കി കെട്ടിവെക്കും തല, തടിയോ മറ്റു സാധനങ്ങളോ ഉപയോഗിച്ച്. അങ്ങനെ കാലങ്ങൾ കൊണ്ട് കൂർപ്പിച്ച് കിട്ടും. ആർട്ടിഫിഷ്യൽ ക്രേനിയൽ മോഡിഫിക്കേഷൻ എന്നിതിനെ പറയും.
ഇതൊക്കെ നമുക്ക് വിചിത്രമായി തോന്നാമെങ്കിലും ഇന്നും നാം ഇതിൻ്റെയൊക്കെ വേറെ വേർഷനാണ് ഫോളോ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് സർജറി, ഫില്ലേഴ്സ്, ബോട്ടോക്സ് എന്നൊക്കെ പല പേരിൽ ഒരേ തരത്തിലുള്ള സൗന്ദര്യ മാനദണ്ഡം വെച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. സ്മൈൽ ഡിസൈൻ പല്ലുകളെ നേരെയാക്കും. ബോട്ടോക്സോ ഫില്ലേഴ്സോ ഒക്കെ മസിൽ മരവിപ്പിക്കുകയോ ഫില്ല് ചെയ്യിക്കുകയോ വഴി പ്രായത്തെ അല്ലെങ്കിൽ ചുളുവിനെ പിടിച്ചു നിർത്തും. എന്നാൽ വേറെ ചില സർജറികളുണ്ട്, അതിലും രസകരമാണ്. ചൈനയിൽ വ്യാപകമായ ചില ട്രെൻഡുകൾ നമുക്ക് നോക്കാം. പൊക്കം കൂട്ടാൻ കാലിലെ എല്ലു മുറിച്ച് എക്സ്ട്രാ പീസ് വെക്കുക, ഉരുണ്ട തലയോട്ടി കിട്ടാൻ, അല്ലെങ്കിൽ തല അതാണ് ഭംഗി എന്ന് വിചാരിക്കുന്നത് കൊണ്ട് അത് കിട്ടാനായിട്ട് തലയോട്ടി രാഗി മിനുക്കിയെടുക്കുക, കണ്ണ് വലുതാക്കാനുള്ള ശസ്ത്രക്രിയ. കണ്ണിനടിയിൽ ഈ തുടുത്തിരിക്കുന്ന ഒരു രീതിയുണ്ട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ. അത് യുവത്വത്തിന്റെ പ്രതീകമായാണ് അവർ കണക്കാക്കപ്പെടുന്നത്. അതിനായുള്ള കുത്തിവെക്കൽ, തൊലി തിളങ്ങാനായിട്ട് സ്കിൻ ബ്ലീച്ചിങ്, പെർമനൻ്റായി ചിരിച്ചിരിക്കാനുള്ള ശസ്ത്രക്രിയ. കരഞ്ഞാലും ദേഷ്യപ്പെട്ടാലും ഒക്കെ ചുണ്ടുകൾ മാത്രം അങ്ങ് ചിരിച്ചിരിക്കും. ബോഡി മൊത്തത്തിൽ വെളുക്കാൻ ഗ്ലൂട്ടാത്തയോൺ IV എന്ന് വേണ്ട, ഈ ലിസ്റ്റ് ഭയങ്കര നീളമുള്ളതാണ്. ഇതിലെല്ലാം ഉദ്ദേശിച്ച റിസൾട്ട് തരണമെന്നില്ല. ഇനി അഥവാ കിട്ടിയാൽ തന്നെ മാറുന്ന സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഇത് ശാശ്വതമായി ഇരിക്കണമെന്നും നിർബന്ധമില്ല. 80കളുടെ അവസാനം പക്ഷേ കഥ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമുള്ള ചില ഉദാഹരണങ്ങളുണ്ട്. കൊറിയൻ മോഡൽ ഹാങ് മിയോ ക്യൂ പ്ലാസ്റ്റിക് സർജറിക്ക് അഡിക്റ്റഡായി പലതരം ശസ്ത്രക്രിയ ചെയ്യാൻ തുടങ്ങി. സിലിക്കോണുകൾ കുത്തിവെക്കാൻ തുടങ്ങി. ശേഷം പാചക എണ്ണയായി. കാരണം സിലിക്കോൺ തീർന്നു, കയ്യിൽ പൈസ തീർന്നു. അങ്ങനെ പാചക എണ്ണ മുഖത്ത് കുത്തിവെക്കുന്നത് നല്ലതാണെന്ന് ആരോ പറഞ്ഞു, കുത്തിവെച്ചു. ശേഷം 260ഓളം ഗ്രാം ഫോറിൻ സബ്സ്റ്റൻസ് മുഖത്ത് കയറി മുഖമാകെ വികൃതമാകുകയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയാകുകയും ചെയ്തു. 80കളിൽ തന്നെ മെക്സിക്കൻ മോഡലായ ലിൻ മെയ്ക്കും സമാനമായ അനുഭവമാണ് സംഭവിച്ചത്. കോസ്മെറ്റിക് ഫില്ലേഴ്സ് എന്ന പേരിൽ അവരെ കബളിപ്പിച്ചുകൊണ്ട് പല ഇഞ്ചക്ഷനും കൊടുത്ത കൂട്ടത്തിൽ ബേബി ഓയിലും കുക്കിംഗ് ഓയിലും ചേർന്ന മിശ്രിതമായിരുന്നു കൊടുത്തിരുന്നത്. അങ്ങനെ പൈസ തട്ടിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതുണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല ശസ്ത്രക്രിയകൾ അവർ പിന്നീട് ചെയ്യുന്നുണ്ടെങ്കിലും പഴയ മുഖം തിരിച്ചു പിടിക്കാൻ അവർക്കായിട്ടില്ല. ഈ സോഷ്യൽ മീഡിയയിലെ കമന്റുകളുടെ അതിപ്രസരത്തിന്റെ കാലം. ആരോ പറഞ്ഞതുപോലെ കണ്ണൂരിരിക്കുന്ന കണ്ണൻ ചേട്ടൻ എന്ത് വിചാരിക്കുമെന്ന് കരുതി ജീവിക്കാൻ പാടാണ്. ഈ കണ്ട ആൾക്കാരുടെയൊക്കെ ജഡ്ജ്മെന്റ്, പിയർ പ്രഷർ ഒക്കെ മനുഷ്യരിൽ, പ്രത്യേകിച്ച് കൗമാരക്കാരിൽ ഉണ്ടാക്കുന്ന സൗന്ദര്യത്തിന്റെ ഇൻസെക്യൂരിറ്റീസ് അവരെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഈ ഇൻസെക്യൂരിറ്റീസിനെ മൊത്തത്തിൽ മുതലാക്കാനിരിക്കുന്ന ഒരു വലിയ കോസ്മെറ്റിക് ബ്യൂട്ടി ഇൻഡസ്ട്രി ഇന്ന് ഭീമമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. വൈവിധ്യത്തിൽ സൗന്ദര്യമുണ്ട്, ഇംപെർഫെക്ഷൻസിൽ സൗന്ദര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരെ ലുക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതിരിക്കാൻ നോക്കാം. കാണാൻ കൊള്ളാമെന്ന് തോന്നിയാൽ മാന്യമായി കോംപ്ലിമെന്റ് ചെയ്യാം. പ്രാചീന ട്രെൻഡുകളെ നാം നോക്കിയ അതേ കണ്ണിലൂടെ ആയിരിക്കാം നാളത്തെ തലമുറ നമ്മളുടെ ഇന്നത്തെ ഈ ട്രെൻഡൊക്കെ നോക്കുന്നത്. അത് സൂക്ഷിച്ചും കണ്ടും നമ്മുടെ ശരീരത്തിനെ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യാം.